ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയുടെ സ്പീക്കറായി ബിജെപിയുടെ മുതിർന്ന നേതാവ് ഓം ബിർളയെ തിരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് കനത്ത മഴ. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. മലങ്കര, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ അടിയന്തര പ്രമേയാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മലപ്പുറത്ത് +1 പുതിയ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാൻ തത്വത്തിൽ അംഗീകാരം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ സ്പീക്കറായി ബിജെപിയുടെ മുതിർന്ന നേതാവായ ഓം ബിർള തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷാണ് INDI സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ അഭിപ്രായ സമന്വയത്തിലെത്താൻ ഇരുമുന്നണികളുടെയും നേതാക്കൾ ചർച്ചകൾ നടത്തിയെങ്കിലും ധാരണയാവാത്തതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ സഖ്യം ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആവശ്യപ്പെട്ടെങ്കിലും സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. രാജ്യസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ നാളെ അഭിസംബോധന ചെയ്യും. അടുത്ത മാസം 3 വരെയാണ് പാർലമെന്റ് സമ്മേളനം. സംസ്ഥാനത്ത് ശക്തമായ മഴ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ 3ാം ഘട്ട മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയുടെ തോതും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും കൂടുന്നതിനാൽ ജലാശയ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 424 മീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 423 മീറ്ററാണ്. ചാലക്കുടി പുഴയുടെ ഇരു കരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത പ്രതിരോധ വിഭാഗം അറിയിച്ചു. തിരുവനന്തപുരത്തെ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകളും നിലവിൽ 50 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് 50 സെന്റിമീറ്റർ കൂടി ഉയർത്തുമെന്നും സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ കനത്ത മഴയിലും കാറ്റിലും വീടുകൾക്കടക്കം നാശനഷ്ടമുണ്ടായി. കോട്ടയം ജില്ലയിൽ മഴ, ശക്തമായ കാറ്റ് തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചു. ഇടുക്കിയിലും കനത്ത മഴ തുടരുകയാണ്. പ്രകൃതി ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. അടിമാലി, രാജാക്കാട്, മൂന്നാർ, തൊടുപുഴ, കട്ടപ്പന തുടങ്ങിയ ജില്ലയുടെ മിക്കയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ ഒരാളുടെ മരണത്തിനിടയാക്കിയ മൂന്നാർ MG കോളനിയിലെ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ പ്രദേശത്തെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായും തടഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മലങ്കര ഡാമിലെ 3 ഷട്ടറുകൾ 1 മീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. കല്ലാർകുട്ടി, പാമ്പള ഡാമുകളിലെ ഷട്ടറുകൾ തുറക്കുന്നതിനും ജില്ലാ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇടുക്കിയിലെ വിവിധ പാതകളിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഈ തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശക്തമായ മഴയിൽ മംഗളൂരു ഉള്ളാളിൽ മതിലിടിഞ്ഞു വീണ് വീട്ടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 4 കുടുംബത്തിന് ദാരുണാന്ത്യം. ഉള്ളാൽ മുടൂർ കുത്താറുമദനി നഗറിലെ യാസിൻ, ഭാര്യ മറിയുമ്മ, മക്കളായ റിഫാന, റിയാന എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത്. നാട്ടുകാരും പോലീസും ചേർന്ന് 3 പേരുടെയും മൃതദേഹം പുറത്തെടുത്തു. മഴയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികളുണ്ടാവുമെന്നും കളക്ടർ അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പരയിലെ 2ാം പ്രഭാഷണം ഇന്ന് വൈകിട്ട് 5:30 ആലപ്പുഴ നൂറനാട് കവിതാ ലൈബ്രറി അങ്കണത്തിൽ നടക്കും. കൃഷിമന്ത്രി ശ്രീ P പ്രസാദ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ കഥ പറയുന്ന കവിതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. തുടർന്ന് സമകാലിക കഥയിലെ ശ്രദ്ധേയരായ കഥാകൃത്തുക്കൾ പങ്കെടുക്കുന്ന കഥയരങ്ങും ഉണ്ടായിരിക്കും. ഈ വാർത്തകൾ
ആകാശവാണിയിൽ നിന്ന്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു. സംസ്ഥാനത്ത് പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം മൂലമുണ്ടായ സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് MLA റോജി എം ജോൺ അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടിയത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ എന്തു നടപടിയാണ് സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഹോർട്ടികോർപ്പിലെ പച്ചക്കറി വില മാർക്കറ്റ് വിലയേക്കാൾ കൂടുതലാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായി ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി GR അനിൽ മറുപടിയായി പറഞ്ഞു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ GR അനിൽ വ്യക്തമാക്കി. മലപ്പുറത്ത് +1 പുതിയ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാൻ തത്വത്തിൽ അംഗീകാരം നൽകിയതായി മന്ത്രി V ശിവൻകുട്ടി. വിദ്യാർത്ഥി സംഘടനകളുമായി ഇന്നലെ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചതെന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. സീറ്റ് കുറവുള്ള ജില്ലകളിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുമ്പോൾ പ്രശ്നം പരിഹരിക്കും. +1 സീറ്റ് പ്രതിസന്ധി സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ 2 പേരടങ്ങുന്ന സമിതി ജൂലൈ 5-നകം റിപ്പോർട്ട് സമർപ്പിക്കും. +1 പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും. പ്രവേശനം വൈകുന്നതിന്റെ പേരിൽ ക്ലാസ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി പഠനവിടവ് നികത്തുമെന്നും മന്ത്രി V ശിവൻകുട്ടി സഭയിൽ വ്യക്തമാക്കി. കായൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തെ ടൂറിസം ഇന്നൊവേഷൻ ഹബ്ബാക്കാൻ സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻസെന്റീവ് കൊടുക്കാൻ തീരുമാനിച്ചതായും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. JCB വാങ്ങാനായി കോയമ്പത്തൂരിലേക്ക് പോയ യുവാവിനെ കൊന്ന് 10 ലക്ഷം രൂപ കവർന്ന കേസിൽ തിരുവനന്തപുരം സ്വദേശി അമ്പിളി എന്ന ഷാജികുമാർ പിടിയിൽ. തമിഴ്നാട് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കേരള തമിഴ്നാട് അതിർത്തിയായ കളീക്കാവിളയിലാണ് കഴുത്തറുത്ത നിലയിൽ ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. വയനാട് മക്കിമല കൊടക്കാട് വനമേഖലയിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ആണെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളുടെ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായും UAPA ചുമത്തി കേസെടുക്കുമെന്നും മാനന്തവാടി DYSP ബിജുലാൽ പറഞ്ഞു. ഇന്നലെ ഉച്ചയോടെ തലപ്പുഴ മക്കിമലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശത്താണ് ബോംബ് കണ്ടെത്തിയത്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ നാളെ ആരംഭിക്കും. നാളെ പുലർച്ചെ 6-ന് തരാബയിൽ ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയുമായും രണ്ടാം സെമിയിൽ രാത്രി 8-ന് ഇന്ത്യ ഇംഗ്ലണ്ടുമായും ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെ 8 റൺസിന് പരാജയപ്പെടുത്തിയാണ് അഫ്ഗാനിസ്ഥാൻ സെമി യോഗ്യത നേടിയത്. ഇതോടെ ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. തിങ്കളാഴ്ച നടന്ന സൂപ്പർ 8 മത്സരത്തിൽ ഓസ്ട്രേലിയയെ 24 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിലെത്തിയത്. കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീന ഏകപക്ഷീയമായ 1 ഗോളിന് ചിലിയെ തോൽപ്പിച്ച് ക്വാർട്ടറിൽ പ്രവേശിച്ചു. 88-ാം മിനിറ്റിൽ ലൌട്ടാരോ മാർട്ടിനസാണ് അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത്. തുടർച്ചയായ 2ാം ജയത്തോടെ അർജന്റീന ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടി. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി മരുന്ന് ഉപയോഗം, അനധികൃത മരുന്ന് വ്യാപാരം എന്നിവയ്ക്കെതിരെ അവബോധം സൃഷ്ടിക്കാനാണ് ഐക്യരാഷ്ട്രസഭ 1989 മുതൽ എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ദ എവിഡൻസ് ഇസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായും നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിന് ചുറ്റുമുള്ള 80%-ലധികം പവിഴപ്പുറ്റുകൾ പൂർണ്ണമായും കോറൽ ബ്ലീച്ചിങ്ങിന് വിധേയമായതായി കണ്ടെത്തി. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, മറൈൻ ബയോളജി റീജിയണൽ സെന്ററും ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പും ചേർന്ന് നടത്തിയ സംയുക്ത സർവേയിലാണ് കണ്ടെത്തൽ. കഴിഞ്ഞ 4 മാസക്കാലയളവിൽ സമുദ്ര താപനിലയിലുണ്ടായ വലിയ തോതിലുള്ള വർധനവാണ് ലക്ഷദ്വീപിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാഴ്ത്തുന്ന വിധം ദ്വീപുകൾക്ക് ചുറ്റും കോറൽ ബ്ലീച്ചിംഗ് ഉണ്ടാകാനിടയാക്കിയത്. ഇത് അതിജീവിക്കുന്നതിനായി മൺസൂൺ കാലയളവിൽ ഉൾപ്പെടെ പവിഴപ്പുറ്റു മേഖലയിൽ വല ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനമടക്കമുള്ള എല്ലാ ഇടപെടലുകളിലും അതീവ ജാഗ്രത പുലർത്തണമെന്നും ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയുടെ സ്പീക്കറായി BJPയുടെ മുതിർന്ന നേതാവ് ഓം ബിർളയെ തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് കനത്ത മഴ, കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. മലങ്കര, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ അടിയന്തര പ്രമേയാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മലപ്പുറത്ത് +1 പുതിയ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാൻ തത്വത്തിൽ അംഗീകാരം നൽകിയതായി മന്ത്രി V ശിവൻകുട്ടി. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.